നമസ്കാരം. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന് ഉലച്ചിൽ വന്നതിനു പിന്നാലെ ഇപ്പോഴിതാ ഇന്ത്യയുമായുള്ള ബന്ധം നിലനിർത്താത്തത് സംബന്ധിച്ച് ജസ്റ്റിൻ ട്രൂഡോയ്ക്കെതിരെ കനേഡിയൻ പൗരർ തന്നെ പ്രതികരണം ഉയർത്തിയിരിക്കുകയാണ്. അടുത്തിടെ ഏഷ്യ പസഫിക് ഫൗണ്ടേഷൻ ഓഫ് കാനഡയുടെ പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന ആംഗസ് റീഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ സർവേ ഫലം അതിന് അടിവരയിടുന്നു. ഈ സർവേ പ്രകാരം ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യയുമായി കാനഡയ്ക്കുണ്ടായിരുന്ന നല്ല ബന്ധം നശിപ്പിച്ചുവെന്നാണ് 39% കാനഡക്കാരും അഭിപ്രായപ്പെടുന്നത്. ഇന്ത്യയുമായുള്ള ബന്ധം ട്രൂഡോ തെറ്റായി കൈകാര്യം ചെയ്തതിന്റെ ഫലമാണ് ഇന്ത്യ കാനഡയിൽ നിന്നും അകലുന്നത്. കാനഡ ട്രൂഡോയുടെ നേതൃത്വത്തിന് കീഴിൽ തുടരുന്നിടത്തോളം കാലം ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ ഒരു പുരോഗതിയും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് 39% കാനഡക്കാരും ഉറച്ചു വിശ്വസിക്കുന്നു. അതേസമയം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉഭയകക്ഷി നയങ്ങളെ 34% കനേഡിയൻകാരും പിന്തുണയ്ക്കുകയും ചെയ്യുന്നുമുണ്ട്. കാര്യങ്ങൾ ഇത്രയുമായിട്ടും ജസ്റ്റിൻ ട്രൂഡോ സർക്കാർ ഇന്ത്യയുമായുള്ള കാനഡയുടെ ഉഭയകക്ഷി ബന്ധം അനുയോജ്യമാം വിധത്തിൽ കൈകാര്യം ചെയ്യുന്നില്ല എന്ന് 40% കനേഡിയൻ പൗരന്മാരും ആരോപിക്കുന്നു. ഇന്ത്യയുമായി മാത്രമല്ല മറ്റ് വിദേശ ബന്ധങ്ങളും നന്നായി കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ട്രൂഡോ പരാജയമാണെന്ന് 39% കനേഡിയൻ പൗരരും അഭിപ്രായപ്പെടുന്നുമുണ്ട്. എന്നാൽ 32% പേർ ട്രൂഡോയുടെ ഇപ്പോഴത്തെ നടപടിയെ അനുകൂലിക്കുകയും ചെയ്യുന്നുണ്ട്. 2023 ജൂൺ 18 കാനഡയിലെ സറേയിൽ ഖാലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യൻ ഏജന്റുമാർക്ക് പങ്കുണ്ടെന്ന് ജസ്റ്റിൻ ട്രൂഡോ ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ കനേഡിയൻ പാർലമെന്റിൽ പരസ്യമായി ആരോപണം ഉയർത്തിയതോടെയാണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം വഷളായി തീർന്നത്. ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സഞ്ജയ് വർമ്മയെയും മറ്റ് നയതന്ത്രജ്ഞരെയും കനേഡിയൻ അധികാരികൾ ഈ സംഭവത്തിൽ തൽപരരായ വ്യക്തികളെന്ന് വിളിച്ചതോടെ ഇന്ത്യ കാനഡയോടുള്ള നിലപാടുകൾ കടുപ്പിക്കാൻ തുടങ്ങി. നിജാറിന്റെ കൊലപാതക അന്വേഷണത്തിനായുള്ള കാനഡയുടെ നടപടികൾ നിരസിച്ച ഇന്ത്യ ഹൈക്കമ്മീഷണറെ പിൻവലിക്കുകയും 6 കനേഡിയൻ നയതന്ത്രജ്ഞരെ പുറത്താക്കുകയും ചെയ്തു. കാനഡയ്ക്കുള്ളിൽ ഖാലിസ്ഥാൻ അനുകൂല തീവ്രവാദികളെ ലക്ഷ്യമിട്ട് അക്രമം, ഭീഷണിപ്പെടുത്തൽ, രഹസ്യാന്വേഷണ ശേഖരം എന്നിവ നടത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉത്തരവിട്ടതായി കഴിഞ്ഞ മാസം ഒരു പ്രമുഖ കനേഡിയൻ ഉദ്യോഗസ്ഥൻ ആരോപിച്ചിരുന്നു. കാനഡയുടെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഡേവിഡ് മോറിസൺ ദേശീയ സുരക്ഷാ സമിതിയിലെ പാർലമെന്റ് അംഗങ്ങളോട് ഷായുടെ പേര് വെളിപ്പെടുത്തിയതായി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തെ ഇന്ത്യ അപലപിച്ചു. കാനഡയിൽ നിന്നും ഉയരുന്ന ആരോപണങ്ങൾ അസംബന്ധവും അടിസ്ഥാനരഹിതവുമാണെന്ന് ഇന്ത്യ പ്രതികരിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കെതിരെ നടത്തിയ അസംബന്ധവും അടിസ്ഥാനരഹിതവുമായ പരാമർശങ്ങളിൽ ഇന്ത്യൻ സർക്കാർ ശക്തമായി പ്രതിഷേധിക്കുന്നു. അമിത്ഷായ്ക്കെതിരെ കാനഡയിൽ പ്രചരിക്കുന്ന ആരോപണങ്ങളിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രതികരിച്ചത് ഇങ്ങനെയാണ്. ഇതിനു പിന്നാലെ ന്യൂഡൽഹിയിലെ കനേഡിയൻ നയതന്ത്രജ്ഞനെ വിളിച്ചുവരുത്തി ആരോപണത്തിൽ ഔദ്യോഗിക പ്രതിഷേധം അറിയിച്ച് ഒരു കത്ത് നൽകിയതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ് ജയ്സ്വാൾ പറയുകയുണ്ടായി. ഇത്തരം നിരുത്തരവാദപരമായ നടപടികൾ ഉഭയകക്ഷി ബന്ധത്തിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അദ്ദേഹം കാനഡയ്ക്ക് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യയുമായുള്ള ബന്ധം ശിഥിലമായതിനു പിന്നാലെ കാനഡയുടെ ഉൽപ്പന്നങ്ങൾക്ക് 25% നികുതി ചുമത്തുമെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. തങ്ങൾ ചുമത്തുന്ന തീരുവ താങ്ങാനാകുന്നില്ലെങ്കിൽ കാനഡ അമേരിക്കയിൽ ലയിക്കണമെന്ന് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്തു. അമേരിക്കയിലേക്കുള്ള അനധികൃത കുടിയേറ്റവും നിയമവിരുദ്ധമായ ലഹരി കടത്തും തടയുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് ആരോപിച്ചായിരുന്നു കാനഡ മെക്സിക്കോ ചരക്കുകൾക്ക് 25% തീരുവ ചുമത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. ജനുവരി 20 പുതിയ US പ്രസിഡന്റായി താൻ അധികാരമേൽക്കുന്ന ആദ്യ ദിവസം തന്നെ നികുതി പ്രഖ്യാപനം ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെ ഫ്ലോറിഡയിലെ പാം ബീച്ചിലുള്ള ട്രംപിന്റെ ഗോൾഫ് റിസോർട്ടായ മാർ എ ലാഗോയിൽ നേരിട്ടെത്തി ട്രൂഡോ ട്രംപിനെ സന്ദർശിക്കുകയും ചെയ്തു. അതിർത്തി പ്രശ്നങ്ങളും വ്യാപാര കുടിശ്ശികയും തീർത്തില്ലെങ്കിൽ മുൻപ് പ്രഖ്യാപിച്ചതുപോലെ കാനഡയുടെ ചരക്കുകൾക്ക് വൻ നികുതി ചുമത്തുമെന്ന് ആ കൂടിക്കാഴ്ചയിലും ട്രംപ് ആവർത്തിച്ചു. എന്നാൽ ഇത്തരമൊരു നടപടി കനേഡിയൻ സമ്പദ്ഘടനയെ സമ്പൂർണ്ണമായി തകർക്കുമെന്നും നികുതി നീക്കം ഉപേക്ഷിക്കണമെന്നും ട്രൂഡോ ട്രംപിനോട് അപേക്ഷിച്ചു. ഇതിന് മറുപടിയായി $100 ബില്യൺ അമേരിക്കയിൽ നിന്ന് കൊള്ളയടിക്കാതെ കാനഡയ്ക്ക് അതിജീവിക്കാൻ കഴിയില്ലേ എന്ന് ട്രംപ് ചോദിച്ചു. ഈ നില ഇനിയും തുടരുകയാണെങ്കിൽ അമേരിക്കയിലെ 51ാമത്തെ സംസ്ഥാനമായി കാനഡയ്ക്ക് മാറാമെന്നും ട്രൂഡോയ്ക്ക് വേണമെങ്കിൽ അവിടെ ഗവർണർ ആകാമെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്ക ഉയർത്തുന്ന ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നികുതി വർധനവിൽ നിന്ന് ഒരടി പിന്നോട്ടു പോകില്ല എന്ന് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു. വാർത്തയുടെ നിറം തേടി തനി നിറം.